മെക്ലഗഞ്ച് നല്ലൊരു സിറ്റി കൂടിയാണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സബ്വേ, പിസ്സ ഹട്ട് ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം. മലമുകളിലാണ്. അടിപൊളി. ഒന്നുകൂടി വരണം. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ്. റൈഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെക്ലഗഞ്ചിൽ നിന്നും ഡൽഹൌസി വഴി ഗജിയാർ. ചെറിയ ഡിസ്റ്റൻസ് കുറച്ചേ ഉള്ളൂ, പക്ഷെ പല ട്വിസ്റ്റി റോഡ്സ് ആണ്. അടിപൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, ഗജിയാറിൽ വൈകുന്നേരം എത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. സൺസെറ്റിന് മുമ്പ് എത്താനാണ് പ്ലാൻ. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ബാക്കപ്പ് വണ്ടിക്ക് ഓയിൽ ലീക്ക് ഉള്ളത് കാരണം വേറൊരു ബാക്കപ്പ് വണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് ഇത്ര സമയം എടുത്തത്. മണി ഇപ്പോൾ 12:46. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നതാണ്. മെക്ലഗഞ്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു മൗണ്ടൻ വില്ലേജാണ്. വില്ലേജ് തന്നെയാണ്, പക്ഷെ ഒരു എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ടൂറിസ്റ്റ് പിന്നെ അവിടെ സ്കൈ ബ്രിഡ്ജ് ഉണ്ട്, സ്കൈ വേ, ഇതല്ല വേ, സ്കൈ ലൈൻ. നമ്മൾ കയറിയില്ല. എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഫുഡൊക്കെ ആണെങ്കിലും പല പല റേറ്റിലുള്ളതുണ്ട്. എക്സ്പെൻസീവും നല്ല ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്. ഒരു മൊണാസ്ട്രി ഉണ്ട്. മൊണാസ്ട്രിയിൽ പോയി ഓക്കെ എന്നുള്ള മൊണാസ്ട്രിയാണ്. അവിടെ നമ്മുടെ ദലൈലാമയുടെ മൊണാസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എൻ റൂട്ട് നല്ല വീഡിയോ ഉണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ നമുക്ക് ഗച്ചാർ എത്താൻ 70 കിലോമീറ്റർ കൂടി ഉണ്ട്. ചെറിയ രീതിയിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കണ്ടു തുടങ്ങി. ചെറിയ രീതിയിലുള്ള നല്ല വ്യൂ. അടിപൊളിയായിരുന്നു ഇത്ര നേരം ഓടിക്കാൻ. റോഡ് പണി കിടക്കുന്നു, ചെളി. റോഡ് നോക്ക്, അടിപൊളി. അങ്ങനെ നമ്മൾ ഗജ്ജർ എത്തിയിരിക്കുകയാണ്. ഇതാണ് റൂം. അടിപൊളി റൂം. 4 പേർക്ക് 1000 രൂപ. സൂപ്പർ അല്ലേ? awesome. ഇതാണ് ഖജാർ. കേരളത്തിലും തമിഴ്നാട്ടിലും ഈ സ്ഥലം അതാണ് കച്ചറോട് പറഞ്ഞാൽ അലമ്പായിരിക്കുന്നു. അല്ല, ഇവിടെ ഉണ്ട്. പകൽഗാമിൽ ഇതേപോലെ സ്പോട്ടുണ്ട്. ഒരു മല കയറി അങ്ങ് മണ്ടച്ച് എന്ന് കഴിയുമ്പോ പകൽഗാമില് ഇതേപോലെ സ്പോട്ടുണ്ട്. അത് കേറണ്ടേ? നമ്മൾ ആ സൈഡിലേക്ക് പോകുന്നില്ല. ഇതാണ് ഖജാർ. ഖജാറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തകടി. സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അടിപൊളിയല്ലേ? ഇന്ന് 3ാമത്തെ ദിവസം നമ്മൾ ഖജാറിൽ നിന്നും കില്ലാറിലേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ നേരെ ചമ്പ, അതിനുശേഷം ടിസ, പിന്നെ കില്ലാർ. ചമ്പയിൽ നിർത്തണം, പെട്രോൾ അടിക്കണം, പിന്നെ ടിസയിൽ പോകണം. അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിലുള്ളവരെല്ലാം അവിടെ വരും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരുമിച്ച് കില്ലാറിലേക്ക് പോകും. ചെറുതായിട്ടൊരു പണി കിട്ടി. പോകുന്ന വഴിക്ക് ബൈക്കിന്റെ ബാക്കിലത്തെ സസ്പെൻഷൻ ഓയിൽ ലീക്ക്. ചമ്പയാണിപ്പോൾ. ചമ്പയിൽ നിന്ന് തിരിച്ച് ഞാൻ കാങ്ക്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാങ്ക്ര 135 കിലോമീറ്ററേ ഉള്ളൂ. ഭാഗ്യം ഇവിടെ വെച്ച് കിട്ടിയത്. കില്ലാറൊക്കെ പോയിട്ടായിരുന്നുണ്ടെങ്കിൽ തേഞ്ഞാന. ലെയിലൊന്നും ഇല്ല സസ്പെൻഷൻ. അവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊട്ടാരക്കര സർവീസ് സെൻ്ററിലൊക്കെ വിളിച്ചു. അപ്പോൾ അവിടെ നിന്നൊക്കെ ട്രൈ ചെയ്തു.
പത്താംകോട്ട് ഞാൻ വിളിച്ചു. പത്താംകോട്ടെന്നാണ് പറഞ്ഞത് സ്റ്റോക്ക് എവിടെ ഉണ്ടെന്നുള്ളത്. 2021 മോഡലാണ് എൻ്റെ ബൈക്ക്. അപ്പോൾ കാങ്കറയിലുണ്ട്. അപ്പോൾ കാങ്കറ സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 5:30 വരെ ഉണ്ട്, വന്നാൽ മതി, ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ കാങ്കറ KTM സർവീസ് സെൻറ്ററിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാപ്പിൽ 3 മണിക്കൂർ, അതായത് 4 മണിക്കൂറാണ് കാണിക്കുന്നത്. 4 മണിക്കൂർ. സമയം ഇപ്പോൾ 11 മണി, 10:54, 11 മണിയായി. ഓക്കെ, ബാക്കിൽ ഇപ്പോൾ സസ്പെൻഷൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ റിവൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സസ്പെൻഷൻ ഇട്ടിട്ട് വേണം തിരിച്ച് കില്ലാർ പോവാൻ. കില്ലാറാണ് സ്റ്റേ. അവിടുത്തെ ലൊക്കേഷൻ അയച്ചു തരും, ഗ്രൂപ്പിലിടും. അപ്പോൾ എനിക്ക് അവിടെ പോകണം. അപ്പോൾ രാത്രിയാവും. യെസ്, ഒരു നൈറ്റ് റൈഡിൻ്റെ ഉള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. പണ്ട് കില്ലറൊക്കെ ആടിപ്പൊളി ഓഫ് റോഡായിരുന്നു. നോക്കാം. അങ്ങനെ നമ്മൾ പുതിയ സസ്പെൻഷൻ വെച്ചു. 7000 രൂപയായി. ഇനി നമ്മൾ നേരെ പോവുകയാണ് കില്ലാറിലേക്ക്, ചെമ്പ വഴി കില്ലാറിലേക്ക്. ഇപ്പം മണി 5 മണി, 5:22, 5:30 കൂട്ടാം. അപ്പം ചമ്പയിൽ ചെന്നിട്ട് കില്ലാറ് നല്ല രാത്രിയാവും. അപ്പോൾ ഇനി കില്ലാർ എത്തിയിട്ടെടുക്കാം. ഇനി റലി മോഡ് ഓൺ.